ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മള് എമ്പുരാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും. പക്ഷേ നമ്മുടെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എമ്പുരാന്റെ നമുക്ക് എന്താ പറയാ, കുറച്ച് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ എമ്പുരാൻ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഷുവർ ഹിറ്റ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. അതിന് നമുക്ക് ഇപ്പോഴും ഡൗട്ട് ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, കാരണം ഈ ഒരു സിനിമേന്റെ ബഡ്ജറ്റ് ആന്റണി പെരുമ്പാവൂർ അന്ന് അനൗൺസ്മെന്റ് ടീസർ ലോഞ്ചിലൊന്നും അദ്ദേഹം ബജറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ആ ബജറ്റ് പറയുന്നില്ല, അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെല്ലാവരും സംസാരിച്ചു. അതിനുശേഷം സുരേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം 140 കോടി എന്ന് പറഞ്ഞത് നമ്മൾ അറിഞ്ഞു. അപ്പം നമ്മൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സംസാരം ഉണ്ടായതൊക്കെ നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ 140 കോടി എന്നുള്ളത് നമുക്ക് അറിയില്ല, നമുക്ക് കൺഫേം ആയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് സുജിത് വാസ്തവിന്റെ, നമ്മുടെ എമ്പുരാന്റെ ക്യാമറാമാന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം 140 കോടി തന്നെ പറഞ്ഞത്. അതായത് എമ്പുരാൻ പറഞ്ഞ സിനിമേന്റെ ബഡ്ജറ്റ് 140 കോടിയാണ്. അത് ആ സിനിമയിൽ കാണാനുണ്ടാവും. നമുക്ക് ടീച്ചറെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. സോ ഇത്ര വലിയൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു KGF, നമ്മളൊരു ബാഹുബലി, ഇതൊക്കെ നമ്മളെ മലയാളത്തിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കുന്ന സിനിമയാണ്. പക്ഷെ അതിനൊന്നും ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ മലയാള സിനിമയ്ക്ക് ബാക്കിയുള്ള ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ ലാംഗ്വേജിലുള്ള സ്വീകാര്യത ഒക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഉള്ള ഒരു ചോദ്യം എന്താ വെച്ചാല്, ഇതിനു മുമ്പ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വന്നിട്ട് നമ്മളെ ഈ 100 കോടിനെ പറ്റി എല്ലാവരും തള്ളുകയാണ്, മറ്റേ സിനിമാക്കാരൊക്കെ വന്ന് പറയുന്നതിനെ പറ്റി ഗ്രോസ് കളക്ഷൻ ആണ്, അതിനെ പറ്റി സംസാരിച്ചപ്പം സോഫിയ പോള് നമ്മളെ ഇതിനു ശേഷം നമ്മളെ റീസെന്റ് വന്ന സിനിമ, അവരുടെ നീരജ് മാധവന്റെയും പെപ്പന്റെ ഒക്കെ സിനിമയ്ക്ക് ശേഷം നടന്ന ഇന്റർവ്യൂല് അന്നും ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു 100 കോടി ഒരു സിനിമ കറക്റ്റ് ചെയ്താല് 30 കോടിയാണ് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുക. അതൊരു സത്യസന്ധമായ കണക്കാണെന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 100 കോടി സിനിമ കളക്ട് ചെയ്തതിന് ഒരു 30 കോടിക്ക് അടുത്താണ് ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എമ്പുരാന് 140 കോടി നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസും നമ്മൾ ആന്റണി പെരുമ്പാവൂരും കൂടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ആ തുക തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 500 കോടി മിനിമം ഗ്രോസ് കളക്ട് ചെയ്യണം. നമുക്ക് നിലവിൽ നമ്മളെ മലയാളത്തിൽ ഏറ്റവും ഹയസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ്. എനിക്കൊന്ന് 200 എബോ ക്രോ കളക്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ്. അപ്പം ഇത്ര കോസ്റ്റ് വരുന്ന ഒരു മൂവി നമ്മൾ പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് ഇറക്കല്ല. അതൊരു പാൻ ഇന്ത്യൻ ഒരു വയബിലിറ്റി, ഒരു പാൻ ഇന്ത്യൻ റീച്ച്, ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പിലുള്ള ഒരു മൂവി തന്നെയാണെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് സംശയമുള്ള, നമ്മളെ മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം അക്സെപ്റ്റൻസ് പുറത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാള സിനിമ ഇപ്പോഴും നമ്മളെ കേരളത്തിന് പുറത്തുള്ള, ഇപ്പൊ ഈവൻ നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ പോലും അല്ലെങ്കിൽ കർണാടകയിൽ പോലും തിയേറ്ററിൽ പോയിട്ട് വേറെ ഭാഷയിലുള്ള ആൾക്കാർ നമ്മളെ മലയാള സിനിമ കാണുന്നത്, അതൊന്നും ഇപ്പോഴും നമ്മളൊരു തമിഴ് വിജയന്റെ സിനിമയോ ഈവൻ KGF, ബാഹുബലിയോ നമ്മൾ മലയാളികൾ പോയിട്ട് മലയാള സിനിമയെക്കാട്ടി കൂടുതൽ കളക്ഷൻ ഫസ്റ്റ് ഡേ പോലും ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സംഭവം ഇപ്പോഴും ഒരു ബോളിവുഡ് സ്റ്റാറിന്റെ, ഒരു തെലുങ്ക്, ഒരു മലയാളം, ഒരു തെലുങ്ക്, ഒരു തമിഴ് സൂപ്പർ സ്റ്റാർസിന്റെ മൂവി മലയാളത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം, അത് നമുക്ക് ഇപ്പോഴും എന്താ പറയുക, ഒരു സംസ്ഥാനത്ത് നമുക്ക് ആ റീച്ച് ഇല്ല. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ആ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ശരിക്കും ഉണ്ട് നമ്മളെ മലയാളത്തിന്റെ. ശരിക്കും ആ കാര്യം, കാരണം മൂവി ഒരു ഗംഭീര മൂവി ആയിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഡൗട്ടും ഇല്ല, അതിനോട് സംശയമില്ല. അത് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറിലും മുരളി ഗോപി എന്നുള്ള ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കുള്ള അവരുടെ അടുത്തുള്ള ഒരു വിശ്വാസമാണ്. സിനിമ ഗംഭീര സിനിമയായിരിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആവട്ടെ. എനിക്കുള്ള ഒരു സംശയം ഇതും എന്താണ്, നമ്മൾ കേരളത്തിൽ ഭയങ്കര ഹിറ്റായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. കേരളത്തിൽ ഏറ്റവും ഇന്നലെ എല്ലാ മലയാള സിനിമേന്റെയും കളക്ഷൻ ഒക്കെ കേരളത്തിൽ തകർക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ബജറ്റ് വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ആ റീച്ച് കിട്ടിയാൽ പോരാ. ഇവര് പ്രൊമോഷൻ പരിപാടികൾ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇവർ ചെയ്തത്? കാരണം മാർക്കോ നല്ലൊരു എക്സാമ്പിൾ ആണ്. മാർക്കോ അത് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തു, ആ കണ്ടന്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതേപോലെ റീച്ചും കിട്ടി. അപ്പം മാർക്കോയുടെ റീച്ചും പോരാ. മാർക്കോ എനിക്ക് തോന്നുന്നു വെറും ഒരു 30 കോടിക്ക് താഴെ വരുന്ന ബജറ്റ് ഉള്ളൂ. 140 കോടിക്ക് ഒരു എമ്പുരാൻ വരുമ്പോൾ അത് ശരിക്കും ഒരു ബാഹുബലി, KGF വേറെ സ്റ്റേറ്റിൽ പോയിട്ട് കളക്ട് ചെയ്ത പോലെ നമ്മളെ മൂവി കളക്ട് ചെയ്യണം. അപ്പൊ ഞാൻ പ്യൂർലി ഇപ്പൊ ബിസിനസ് ആണ് സംസാരിക്കുന്നത് കേട്ടോ. ബിസിനസ് വൈസ് നമ്മൾ നോക്കുകയാണത്, അല്ലാതെ വേറെ നമ്മൾ ബാക്കിയുള്ള നമ്മൾ മാറ്റി വെച്ച അവിടെ. കാരണം ലാലേട്ടൻ കേരളത്തിൽ ഇറ്റാവുന്ന നമ്മൾ അതിനൊരു സംശയം ഒന്നും വേണ്ട. പക്ഷെ ഇത്ര വലിയ ബജറ്റിൽ ഒരു ഉയരുമ്പോൾ അതിനൊരു റെസിപ്റ്റൻസ്, ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണെന്നാണ് എന്റെ സംശയം. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലയാള സിനിമകള് തിയേറ്ററിൽ പോയിട്ട് വേറെ സ്റ്റേറ്റുകളിലെ ആൾക്കാർ കാണുന്നത് വളരെ കുറവാണ്. ശരിക്കും മാർക്കോ ആണ് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കിയത്. പക്ഷെ എമ്പുരാൻ അങ്ങനെ ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ടാക്കിയ പോരാ. നമ്മൾ ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു KGF ഉണ്ടാക്കിയ ഓളം എമ്പുരാൻ ഉണ്ടാക്കുന്ന. സോ അത് ഉണ്ടാക്കാൻ നമ്മുടെ സിനിമയ്ക്ക് പറ്റട്ടെ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്.
അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമുക്കറിയാം ഒരുപാട് പഴയകാല സിനിമകൾ നമ്മൾ ഹിറ്റായിട്ട് ഇപ്പോഴും നമ്മൾ റീവാച്ച് സിനിമകളൊക്കെ തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. സോ അങ്ങനെ ഒരു സംഭവം ഇനി ഇപ്പോഴത്തെ കാലത്ത് മലയാള സിനിമയിൽ നമുക്കത് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 140 കോടി മുടക്കിയിട്ട് എമ്പുരാൻ വരുമ്പോൾ അവർക്കത് ബിസിനസ് വൈസും അത് വലിയൊരു കളക്ഷൻ കിട്ടുക വേണം. അങ്ങനെ ഒരു സംഭവത്തിന്റെ ബാക്കിൽ എന്തായാലും ഉണ്ട്. അപ്പൊ ഇതൊരു വിശ്വാസമാണ്. സത്യത്തിൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആണ് ആന്റണി വരുമ്പോൾ ലാലേട്ടൻ പൃഥ്വിരാജ് എടുക്കുന്നത്. നമുക്കൊരു പ്രതീക്ഷയാണ്. കാരണം ഇപ്പോഴും ആരും നമുക്കൊരു ഉറപ്പില്ല. ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ പോയിട്ട് വേറെ അതർ സ്റ്റേറ്റിലെ ആൾക്കാർ പോയിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും നമുക്ക് അറിയില്ല. സോ നമ്മൾ നമ്മുടെ മലയാളികളെ വിശ്വസിച്ചിട്ട് നമ്മൾ ലാലേട്ടനും ആന്റണി പെരുമ്പാറും പൃഥ്വിരാജ് സത്യത്തില് മലയാളികൾ വിശ്വസിച്ചിട്ടും അത് ഇന്ത്യയിലുള്ള ബാക്കി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സർപ്രൈസ് കാസ്റ്റുകൾ ഞാനത് കുറച്ചും കൂടി ഉറപ്പ് വരുത്താണ്. കാരണം അത് എന്തായാലും പൃഥ്വിരാജ് ഈ ഒരു ബിസിനസ് മൈൻഡിൽ കൂടെ ഉറപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും അദ്ദേഹം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മളെ കുറച്ച് വലിയ ആക്ടേഴ്സ് വേറെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ സിനിമയിൽ വേണം. എന്നാൽ അവിടെ കുറച്ചും കൂടി റീച്ച് കിട്ടും. സോ ഈ ട്രെയിലർ നമുക്ക് അടുത്ത ആഴ്ച റിലീസ് ആണെന്ന് കേൾക്കുന്നു. നമുക്ക് നോക്കാം, നമുക്ക് കൂടുതൽ അറിയാം. അപ്പൊ ട്രെയിലർ കൂടി കാണുമ്പോൾ നമുക്കറിയാം ട്രെയിലർ വരുമ്പോൾ തന്നെ ഭയങ്കര റിയാക്ഷൻ ആണ് ഇപ്പം എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും. സോ ഒരു ട്രെയിലറിൽ ഇപ്പം അതത് ലാംഗ്വേജിലുള്ള ആക്ടേഴ്സ് ഒക്കെ അതിലുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ പിന്നെ കുറച്ച് പുള്ളുണ്ടാവും നമ്മളെ തിയേറ്ററിലേക്ക് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേ ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും മാറ്റം. സോ ഇതൊരു സത്യം നമ്മൾ ഭയങ്കര ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എമ്പുരാന്റെ ബിസിനസ്സും ഈ ബഡ്ജറ്റും പറ്റിയിട്ട് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ഇട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.